PK ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടിൽ കളമശ്ശേരി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കളമശ്ശേരി ടൗൺ പ്രസിഡന്റ് PMA ലത്തീഫിന്റെ അധ്യക്ഷതയിൽ VK ഇബ്രാഹിം കുഞ്ഞ് അനുശോചന യോഗം നടത്തി. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളിലും നമ്മുടെ നാട്ടുകാരുടെ പരാതികളിലും പരിഹാരം ഉണ്ടാക്കാനും ആശ്വാസം ഉണ്ടാക്കാനും പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട VK ഇബ്രാഹിം സാഹിബ് ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും പരാതികൾ പരിഹരിച്ചിരുന്ന VK ഇബ്രാഹിം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ സഹായം തേടിയെത്തുന്നവർക്കും നിരവധി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും നിരവധി സഹായങ്ങൾ നൽകിയിരുന്ന VK ഇബ്രാഹിം സാഹിബിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ VK ഇബ്രാഹിം സാഹിബിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി അഹമ്മദ് കബീർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തും. ആ കൂട്ടായ്മയാണ് എടുത്തു പറയേണ്ട കാര്യം. ആ കൂട്ടായ്മയുടെ പ്രത്യേകത ഇതാണ്: നമ്മൾ വളർത്തിയെടുത്ത സൗഹൃദം ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി വിദ്യാലയത്തിലാണ്, കലാലയത്തിലാണ്, സർവകലാശാലയിലാണ്. സ്വാഭാവികമായും ഒരേ ബെഞ്ചിലിരിക്കുന്ന ആളുകൾ വ്യത്യസ്തമായ ചിന്തകളുള്ള ആളുകളായി. പക്ഷെ അവരുണ്ടാക്കുന്ന സൗഹൃദത്തിന് ആ ബാല്യകാല സ്മരണകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ കരുത്താണ്, വലിയ ശക്തിയാണ്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് തൻ്റെ കർമ്മം കൊണ്ട് സമൂഹത്തിൽ പ്രത്യേകമായ ഒരു പദവി നേടിയെടുത്ത ഒരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സാധ്യതയുടെ കലയാണ്. ആ സാധ്യതയുടെ കല വളരെ കൃത്യമായി പ്രയോഗിക്കാൻ അറിയുന്ന ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്. തീർച്ചയായും ഒരാളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മയുടെ വിളവെടുപ്പ് നടത്തുക എന്നാണ് പറയുന്നത്. മരിച്ചു കഴിയുമ്പോഴാണ് അയാളുടെ നന്മയെക്കുറിച്ച് നമ്മളെല്ലാവരും പറയുക. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് ഏറെ പറയാൻ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ളപ്പോൾ തന്നെയും ആ രാഷ്ട്രീയമായ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും വ്യക്തിപരമായ വൈരാഗ്യം പ്രകടിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. വ്യക്തി എന്ന നിലക്കല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന നിലപാടിനും രാഷ്ട്രീയത്തിനും ചുമതലയ്ക്കുമെതിരായ നിലപാടുകളായിരുന്നു. പക്ഷേ വ്യക്തിബന്ധത്തിൽ ഒരിക്കലും ആ നിലയിലുള്ള എതിർപ്പോ വിദ്വേഷമോ അവഗണനയോ അവമതിപ്പോ ഒരു ഘട്ടത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനാവും. ഞാൻ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത്, അദ്ദേഹവും രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അയാളൊരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളുടെ ആകെ സ്വത്തായി മാറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമുക്കൊന്നും അത് പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കാൻ കഴിയാറില്ല. ഞാൻ കൃത്യമായി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് പ്രയോഗിക്കാൻ കഴിയുമായിരിക്കില്ല. പക്ഷേ VK ഇബ്രാഹിം കുഞ്ഞ് ഒരു പൊതു സ്വത്തായി മാറുകയാണ് ഉണ്ടായത്. ഏത് മനുഷ്യർക്കും സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. അത് രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി സ്വാഭാവികമായും
അദ്ദേഹം പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ആ പരിമിതികൾ മുറിച്ചു കടക്കാൻ കഴിയുന്ന വ്യക്തിത്വമായി അദ്ദേഹം ഉയരുകയായിരുന്നു. നമ്മളിപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭാഷാ നൈപുണ്യം, അവരുടെ പ്രസംഗ രീതി, അവരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം ഒക്കെ ചികഞ്ഞെടുക്കാൻ നോക്കുന്നവരാണ്. പക്ഷേ അതൊന്നുമില്ലാത്തൊരു വ്യക്തി ഒരു സമൂഹത്തിലെ ജനതയുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ഒരാളായി എങ്ങനെ മാറി എന്നതിന് ഉദാഹരണമാണ് ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചു, അദ്ദേഹം പ്രവർത്തിച്ചു, അദ്ദേഹം മരണപ്പെടുമ്പോൾ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും കളമശ്ശേരിയോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും പൊതുസമൂഹത്തിനും തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അനുശോചനം രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. രാഷ്ട്രീയ നേതൃത്വം ജനനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ്. മത സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. നന്മ നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറക്ക് വഴികാട്ടിയാണ്. മുസ്ലിം സമുദായ സംഘടനകൾക്കും ഇതര മത സംഘടനകൾക്കും സമൂഹത്തിനും താങ്ങും തണലുമായിരുന്ന വ്യക്തിയായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ്. ഓരോ മരണവും മണ്ണിൽ അവശേഷിപ്പിക്കുന്നത് 1000 ഓർമ്മകൾ കൂടിയാണ്. പിന്നെയും അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രചോദനമാകുന്ന ഓർമ്മകൾ. അഹമ്മദ് കബീർ, മുഹമ്മദ് ഷാ, എ കെ ബഷീർ, വി എ സക്കീർ ഹുസൈൻ, അബ്ദുൽ മുത്തലിബ്, കബീർ കടപ്പള്ളി, ഫൈസൽ, നിക്സൺ, റുക്കിയ ജമാൽ, ഷെറീന കമറുദ്ദീൻ, മധുപുറക്കാട്, നജീബ് കളമശ്ശേരി, ജമാൽ നീറുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.